അപ്പോൾ കണ്ണൂർ അറിയാമല്ലോ, കണ്ണൂരത്തെ രാഷ്ട്രീയം അറിയാമല്ലോ. സാധാരണ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായൊരു രാഷ്ട്രീയം കണ്ണൂരുണ്ട്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പഴയ ജനസംഘം ഉൾപ്പെടെ, ജനസംഘം ഇപ്പോൾ KG മാരാരൊക്കെ അവിടെ ഉള്ളവരാണ്. അപ്പോൾ അന്നത്തെ ജനസംഘത്തിൻ്റെ ഇന്നത്തെ രൂപമായ BJPയും അതുപോലെ UDF കോൺഗ്രസും ഇവരെല്ലാവരും ഒരേ ശൈലിയിൽ പ്രവർത്തിക്കുന്നവരാണ്. കാരണം വെച്ചാൽ അത്ര രാഷ്ട്രീയമാണ് അവിടെ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവിടുത്തെ കോൺഗ്രസ്സുകാർ ഈ പാർട്ടി വളർത്തുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു തിക്താനുഭവങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ കണ്ണൂരിൽ നമ്മളുടെ K. സുധാകരൻ അവിടെ MP ആയി. പിന്നീട് അദ്ദേഹം KPCC പ്രസിഡൻ്റായി. KPCC പ്രസിഡൻ്റായി വന്ന ശേഷം ഒരു രാഷ്ട്രീയത്തിൽ സുധാകരനെ ഒരു താരമാക്കിയത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിവാദങ്ങളാണ് കൂടുതലും. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹം എന്ത് വിവാദം ഉണ്ടെങ്കിലും സുധാകരൻ്റെതായ ഒരു അതാണ് പറഞ്ഞത്. അത് കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ സുധാകരൻ്റെ ആ ഒരു അതാണ് പറഞ്ഞത്. അവിടുത്തെ പരിശീലന കളരി എങ്ങനെയാണ്. കണ്ണൂർ ഇപ്പോൾ സുധാകരൻ ഒരിക്കൽ എന്താ പറഞ്ഞത്, BJPയിൽ പോകുമോ നിങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ സുധാകരേട്ടൻ എന്താ പറഞ്ഞത്, എനിക്ക് BJPയിൽ പോകണമെങ്കിൽ നിങ്ങളുടെ അനുമതി അല്ല എനിക്ക് BJPയിൽ പോകണമെങ്കിൽ നിങ്ങളുടെ അനുമതി വേണം, എനിക്ക് നിങ്ങളോട് ചോദിക്കണം. ഇതൊരു തർക്കുത്തരമാണ്. എന്ന് വെച്ചാൽ ഹരീഷ് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ അത് തർക്കത്തിന്റെ ഒരു ചോദ്യമാണ് എനിക്ക് തോന്നിയാൽ ഞാൻ തർക്കുത്തരം പറയും. അത് പിന്നെന്താ വെച്ചാൽ എനിക്ക് BJPയിൽ പോകണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട എന്ന രീതിയിലൊക്കെ ആക്കി മാറ്റി. പിന്നെ സുധാകരേട്ട വേറൊരു സമയത്ത് ഇങ്ങനെ RSSന്റെ ശാഖയ്ക്ക് കാവൽ, അത് അദ്ദേഹം സംഘടനാ കോൺഗ്രസിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം അന്ന് ഈ NSO എന്നുള്ള സംഘടനയുണ്ടായിരുന്നു, സംഘടനാ കോൺഗ്രസിൻ്റെ നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ. അതിലൊക്കെ പ്രവർത്തിച്ച സമയത്ത് RSSുമായി ബന്ധപ്പെട്ട് RSSൻ്റെ ശാഖയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ആക്രമണം ഉണ്ടാകുമെന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുരുക്കൻ്റെ പേരിൽ അവിടെ അദ്ദേഹം നിങ്ങളൊന്നും ചെയ്യില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു കാണാം. അത് പുള്ളി വേറൊരു സന്ദർഭത്തിൽ അത് പുനരാവിഷ്കരിച്ച് പറഞ്ഞു. അപ്പോൾ അന്ന് പറഞ്ഞത് RSS ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണ് APC പ്രസിഡന്റ് എന്നാക്കി. APC പ്രസിഡന്റ് അല്ല കാവൽ നിന്നത്. സുധാകരൻ്റെ ചെറുപ്പകാലത്ത് വേറൊരു പാർട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ യുവത്വത്തിൻ്റെ തിളപ്പിനിടയിൽ ഉണ്ടാകാവുന്ന ഒരു ആവേശമാണ്. ആ ആവേശം അദ്ദേഹം പിന്നീടൊരിക്കൽ പറഞ്ഞു. ആ സന്ദർഭം നോക്കിയാ പറഞ്ഞത്. ആ സന്ദർഭം ഏതാണെന്ന് പറയാതെ K. സുധാകരൻ എന്നുള്ള പേരും മാറ്റിയിട്ട് KPCC പ്രസിഡന്റ് എന്തൊക്കെ. അപ്പം അങ്ങനെ ഒരുപാട് വിവാദങ്ങളൊക്കെ ആയി വന്നപ്പോഴേ, പക്ഷെ ഇതൊക്കെ സാധാരണക്കാരനെ അറിയില്ലേ, സാധാരണക്കാരൻ അറിയുമെന്നുള്ളതല്ല ഇതിലെ വിഷയം. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നെന്താണ് ഹരീഷ് പറയുന്നത് ഇന്ന് ഞാൻ കേട്ടു, നാളെ എന്താണ് ഹരീഷ് പറയുന്നതെന്ന് ഞാൻ കേൾക്കണമെന്നില്ല. എന്നും നമ്മൾ 24 മണിക്കൂറും ചാനലുകളുണ്ടെങ്കിൽ 24 മണിക്കൂറും ഒരു സാമാന്യ ശരാശരി മനുഷ്യനതിന് മുമ്പിൽ കുത്തിയിരിക്കില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ യൂട്യൂബിലൊക്കെ ഇത് തിരിച്ചു വരുമ്പോൾ അതൊക്കെ അത്രയും രാഷ്ട്രീയ താല്പര്യമുള്ളവരെ കാണാം. നേരെ വെച്ച് ഒരു ദിവസം പെട്ടെന്ന് TV വന്നിട്ട് പറയാണ് KPCC പ്രസിഡന്റ് RSS ശാഖയ്ക്ക് കാവലിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ എന്നൊരു ചോദ്യം ഒരുത്തൻ ചോദിക്കുന്നു. വേറൊരാൾ ഉത്തരം പറയുന്നു, ഇങ്ങനെ പറഞ്ഞോ എന്നേ ചിന്തിക്കുള്ളൂ എന്ന് സ്ഥാപിക്കുന്നു. അങ്ങനെ ആക്കി മാറ്റിയത് അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തന്ത്രമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് അദ്ദേഹം ഇത്തവണ പറഞ്ഞു, KPCC പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ മത്സരിക്കുന്നില്ല, കാരണം ഞാൻ KPCC പ്രസിഡൻ്റാണ്. സംഘടനാ തലത്തിലുള്ള കാര്യം നോക്കണം, ഭരണമില്ല കേരളത്തിൽ, കേന്ദ്രത്തിൽ ഭരണമില്ല, ആകെപ്പാടെ ദക്ഷിണേന്ത്യയിൽ ഭരണമുള്ളത് കർണാടകത്തിലാണ്, പിന്നെ തെലങ്കാനയിലും കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് സാമ്പത്തിക കാര്യങ്ങൾ നോക്കണം, സംഘടനാപരമായ കാര്യങ്ങൾ നോക്കണം, തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ എത്തിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പാർട്ടി പറഞ്ഞാൽ ഞാനിത് അനുസരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് അദ്ദേഹത്തെ നിർത്താതിരിക്കാൻ നിവർത്തിയില്ല. കാരണം K. സുധാകരൻ എന്തൊക്കെ പറഞ്ഞാലും, എത്ര വിവാദം എന്ന് പറഞ്ഞാലും, എങ്ങനെ BJP പോകുന്നതൊക്കെ ആക്ഷേപിച്ചാലും ശരി, K. സുധാകരൻ എന്നുള്ള സ്ഥാനാർത്ഥി കണ്ണൂരിൽ പറ്റിയ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് പകരം ഒരാളെ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യശേഷി അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ മാർക്സിസ്റ്റുകളെ എതിരിടാനുള്ള കാര്യശേഷിയുള്ള കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിലാണ് സുധാകരേട്ടനെ കാണുന്നത്. അത് ഒന്നുമില്ല, സുധാകരേട്ട എന്ന് പറഞ്ഞാൽ അതേ സുധാകരൻ അവിടെ എത്തിയിരിക്കുക. അതൊരു ഇതുണ്ട് പുള്ളിക്ക്. അത് എന്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മൾ കാണണം. കണ്ണൂരിലത്തെ രാഷ്ട്രീയത ഞാൻ പ്രത്യേകം. പക്ഷേ എങ്കിലും ഒരു സുധാകരന് ഒരു സംശയത്തിന്റെ അല്ലത്. അതായത് ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഉയർത്തിവിട്ടപ്പോൾ KPCC പ്രസിഡന്റാണ്. അപ്പോൾ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾ ഒരുപാട് വിവാദങ്ങൾ വരും, അത് നമ്മൾ സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെ വിവാദത്തിൽ ഏർപ്പെട്ട ഒരു സ്ഥിതിക്ക് KPCC പ്രസിഡന്റ് എന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് മത്സരിച്ച് കഴിഞ്ഞാൽ
KPCC പ്രസിഡന്റ് ജയിച്ചു, അല്ലെ KPCC പ്രസിഡന്റ് എന്തെങ്കിലും വിപരീതമായിട്ട് വരികയാണെങ്കിൽ തോറ്റു എന്നാ പറയാം. അത് മൊത്തം പാർട്ടി പാർട്ടി ക്ഷീണവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു, KPCC പ്രസിഡന്റ് എന്നതിൽ ഞാൻ മാറി നിൽക്കുകയാണ്. 100% വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഒരാളും ആ പദവിയിൽ ഇരിക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. അത് വലിയ പദവിയാണ് KPCC പ്രസിഡന്റ് എന്ന് വെച്ചാൽ. അത് ഈ ഗ്രൂപ്പ് കാലത്ത് വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുത്തു എന്നല്ലാണ്ട് വലിയൊരു പദവിയല്ലേ KPCC. ശ്രീകുമാറിന്റെ ഒരു ധാരണ അനുസരിച്ച് എന്തായിരിക്കും അവിടുത്തെ ഒരു കണ്ണൂരിലത്തെ അത് അവിടെ നല്ല മത്സരം നടന്നു എന്ന് പറയാൻ ഞാൻ കാരണം എന്താ അറിയോ, ഈ കണ്ണൂരും വടകരയൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ ഈ വടകരയിലത്തെ കാറ്റ് കണ്ണൂരിൽ യേശു, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വടകരയിലത്തെ കാറ്റ് കണ്ണൂർ വെച്ചാൽ ഈ തലശ്ശേരി, പാലൂര്, വടകര, കണ്ണൂരൊക്കെ അടുത്തടുത്തായതുകൊണ്ട് ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും കാറ്റ് വീശിക്കൊണ്ട് മാറും. അപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിലിനുണ്ടായ ഒരു മുന്നേറ്റം ഉണ്ടല്ലോ, ആ ഒരു മുന്നേറ്റം എന്ന് വെച്ചാൽ അതൊരു പ്രസരിപ്പായിരുന്നു. ആ പ്രസരിപ്പ് എന്തായാലും കണ്ണൂർ മാത്രമല്ല അവിടെ പൊട്ടിയ ബോംബിന്റെ അതാ പറഞ്ഞ പാനൂരിനെ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിവാദങ്ങളൊക്കെ അങ്ങോട്ട് എത്തുന്നത് മാത്രമല്ല, അവിടെ മറ്റേ കോൺഗ്രസ് തർക്കമുണ്ട്. കോൺഗ്രസിൽ നിന്നും പോയ ആളാണ് രഘുനാഥനാണ് BJP സ്ഥാനാർത്ഥി. അവിടെ CPM-ൻ്റെ ആണ് അവിടുത്തെ ജയരാജന്മാരിൽ വളരെ സൗമ്യനായ MP ജയരാജനായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കും. അതായത് അവിടുത്തെ ഇപ്പോൾ വോട്ട് എല്ലാവരും കൊടുക്കും. ഇപ്പം നിങ്ങളുടെ ഒരാൾ വോട്ട്, ഞാൻ എൻ്റെ ഒരു സംഘടന വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വേണ്ട, സംഘടനാപരമായിട്ട് വേണ്ട, വ്യക്തിപരമായിട്ടെന്നാ പറയുക. സംഘടനയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, സംഘടനയ്ക്ക് മുഖമില്ല, സംഘടനയിലെ വ്യക്തികൾക്കാ മുഖം. അപ്പോൾ സംഘടനയുടെ വോട്ട് വേണ്ട, വ്യക്തികളുടെ വോട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ വോട്ട് തന്നെ. ഇപ്പോൾ സംഘടന, ഇപ്പോൾ ഒരു സംഘടന, ആ സംഘടനയുടെ വോട്ട് വേണ്ട വെച്ചാൽ സംഘടനയ്ക്ക് മുഖമില്ല, അതിലുള്ള വ്യക്തികൾക്കാ മുഖം. ആ വ്യക്തികളുടെ വോട്ട്, ആ വോട്ട് മതി. അപ്പോൾ കണ്ണൂരിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ BJP-യിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആക്ഷേപിക്കുക. അവിടെ കോൺഗ്രസിൽ നിന്ന് മാറി വന്ന ഒരാളെ BJP സ്ഥാനാർത്ഥിയാക്കുക, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവിടുത്തെ BJP-ക്കാരിൽ കൂടുതലുണ്ടാവുക, സുധാകരനെ തോൽപ്പിക്കണം എന്നുള്ള വാശി മാർക്സിസ്റ്റുകൾക്ക് ഉണ്ടാവുക. പക്ഷെ അത് അവസാനം പൊട്ടിയില്ലേ? അല്ല, ഇങ്ങനെ വന്നാൽ അല്ല ഇങ്ങനെ വന്നാൽ ഒരു സാമാന്യ ബുദ്ധിയിൽ നമ്മൾ എന്താ ചിന്തിക്കുക, ഏതൊക്കെ വോട്ട് സുധാകരൻ്റെ പെട്ടിയിൽ വീഴും, അതാലോചിക്കണം. അങ്ങനെ എത്രയോ വോട്ട് വീണ് കാണും. അതൊക്കെ നമ്മുടെ ഒരു നിഗമനങ്ങളാണ് കേട്ടോ. ഞാൻ ഈ ആലത്തൂര് പറഞ്ഞ പോലെ നിഗമനങ്ങളാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കണ്ണൂർ മറ്റേ വടകര നമ്മൾ അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്യാം.